വാക്ക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിലേക്കുള്ള ആ ടോപ്പ് വ്യൂ കണ്ടില്ലേ, അവിടേക്കുള്ള ട്രക്കിംഗ് ആണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നിന്ന് സൈഡ് ബ്രോ ഉണ്ട് ഇവിടെ. ബ്രോ പറഞ്ഞോ. ഹായ്, എൻ്റെ പേര് സായി. 100 രൂപയ്ക്ക് നമ്മൾ റൈഡേഴ്സിനെ നമ്മൾ മാക്സിമം അട്രാക്ട് ചെയ്ത് നമ്മുടെ സ്ഥലത്തേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ പ്ലാൻ. സോളോ റൈഡേഴ്സിന് ഇവിടെ താമസിക്കാൻ 100 രൂപ 99 രൂപ ഉള്ളൂ. അതും ബ്രോനെ കോണ്ടാക്ട് ചെയ്താൽ മതി. ബ്രോൻ്റെ നമ്പറാണ്. ചായ ചായ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ബോസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ചായ പോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാൻ. ഇത് അച്ചപ്പോ ഫുൾ പോസ് അടിച്ചിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും. രക്ഷയില്ലാത്ത വ്യൂ ആണല്ലേ. ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ പൂമ്പാറ ഗ്രാമം കാണാല്ലേ. ഇതാണ് പൂമ്പാറ ഗ്രാമം. ഞങ്ങൾ റൂമെടുത്ത് താമസിച്ചത് ആ സൈഡിലാണ് റൂമെടുത്ത് താമസിച്ചത്. ഇതിപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നുള്ള ബാല ഹോട്ടൽ എന്ന് പറയും. ബാല ഹോട്ടൽ മലയാളീസ് ഫുഡൊക്കെ കിട്ടുന്ന ഹോട്ടലാണ്. സൂപ്പർ നീറ്റ് ആൻഡ് ക്ലീനാണ്. കുഴപ്പമില്ല. ഞങ്ങൾക്കൊരു എന്താ പറയുക, ഒരു ഇഡ്ഡലി ചായ കുടിച്ചു. സൂപ്പർ ചായയാണ്. നേരത്തെ വീഡിയോ കണ്ടില്ല. ഒരു അടിപൊളി ചൂട് ഇഡ്ഡലി വന്നിട്ടുണ്ട് രണ്ടുപേർക്കും. ഒഴിച്ചോ. അടിപൊളി സാമ്പാർ ഒഴിച്ചിട്ട് അച്ചപ്പൂ ഫോണാക്കാൻ പോക പോണ കണ്ടോ. ഇഷ്ടല്ല. ഈ ഹോട്ടലിൻ്റെ പേര് ബാല ഹോട്ടലല്ലേ? ബാല മലയാളി ഫുഡ് മൊത്തം ഇവിടെ നമുക്ക് റെഡി ആയി തരുമല്ലോ. ഇയാളെ അച്ഛൻ എന്ന് പറഞ്ഞാൽ മലയാളി, അമ്മ തമിഴ്, അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ മലയാളി ടേസ്റ്റ് എന്തായാലും നല്ല കിട്ടില്ല. ഈ ഭാഗത്ത് തന്നെ മലയാളി ഫുഡ് കിട്ടുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ. കഴിച്ചോ കൂടെ ടേസ്റ്റ് പറ. പെട്ടെന്ന് കഴിക്കും. നിങ്ങൾ കൊണ്ടുണ്ടേ ഈ സൈഡിൽ നിന്ന് കൊണ്ടുണ്ടേ. എങ്ങനെയുണ്ട്? അയ്യോ ദോശപ്പെട്ട് ചായവായി ഒരു ഊട്ടിക്കോ. ചൂട് സാധനമാണ്. ഈ നല്ല തണുത്ത് ചൂടുള്ള ഇഡ്ഡലിയും ദോശയും കഴിക്കാൻ കിട്ടുന്നൊരു ഫീലിംഗ് വേറെ തന്നെയല്ലോ ബ്രോ. ബ്രോക്ക് ഇതൊരു പുത്തിരി അല്ലല്ലേ? എന്ത് പുത്തിരി? നമ്മൾ ഡെയിലി ഇവിടുന്ന് കഴിക്കുന്നതല്ലേ. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ട്രക്കിംഗ് വീഡിയോ ഉണ്ട്. ബ്രോ എവിടെ പോകണമെന്ന് പറഞ്ഞാൽ ട്രക്കിംഗ് എവിടെ പോകണമെന്ന് പറഞ്ഞാൽ സ്ഥലത്ത് ടവർ വാലി പറഞ്ഞ സ്ഥലത്ത്. ടവർ വാലി സൺ വാലി. ടവർ വാലി എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ പോകണല്ലോ. ഓക്കെ, നമുക്ക് ഫുഡ് അടിച്ചിട്ട് അങ്ങോട്ട് പോകാല്ലേ. റൂം എടുത്തിട്ട് വന്നത് ഈ റൂട്ടിൽ വന്നിട്ട് ഇവിടെയാണ് ഈ ഹോട്ടലിൽ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഈ ഹോട്ടലിൻ്റെ പേരാണ് ബാല. നോട്ട് ചെയ്ത് വെച്ചോ. ഇവിടെ വരുന്നവർ നല്ല ഫുഡാണ് കേട്ടോ. മലയാളി ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലമാണ്, മറക്കണ്ട. ഇനി ഇവിടുന്ന് നേരെ നമുക്ക് ട്രക്കിങ് പോവാം. നമുക്ക് പോവാ ബ്രോ. ഈ വണ്ടിയിലാണ് പോണത്. ഇത് ടെൻ്റ് അടിക്കാറില്ല. ഞാനവിടെ ടെൻറ്റും സ്പോട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നു. ഈ വണ്ടിയിലാണ് പോണത്. ട്രെയിലർ മാത്രമാണ്. പടം കഴിഞ്ഞില്ല. പടം അല്ല ഇവിടെ ടെന്റ് അടിക്കാൻ പറഞ്ഞത് ഇങ്ങനെയാണ് കൊണ്ടുപോവാ. അതെ, എല്ലാവരും ഇതേപോലെയാണ് വണ്ടിയിൽ ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ഫാമിലി വരണം എങ്ങനെ കൊണ്ടുപോവാ? ഫാമിലി കൊണ്ടുപോകാൻ നമ്മള് വേറെ വണ്ടി ഉണ്ട്, സീറ്റിംഗ് ഉള്ള വണ്ടി. ജീപ്പുണ്ട് അതുപോലുള്ള സീറ്റിംഗ് ഉള്ള വണ്ടി ഉണ്ട്.
ഓക്കെ ഇങ്ങനെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ട്രക്കിങ് പോണത്. ഇത് ട്രക്കിംഗ് അല്ലല്ലോ, നമ്മൾ ഈ സാധനം കൊണ്ടുപോകണ വണ്ടി. ഞാൻ ട്രക്കിംഗ് ആണല്ലോ, നിങ്ങൾ സാധനങ്ങൾ കൊണ്ടുപോകണം ഞങ്ങൾക്ക് ട്രക്കിംഗ് അല്ലേ. നമുക്കപ്പോ പുതിയ പ്ലേസ് കാണാം. പിന്നെ രക്ഷയില്ലാട്ടാ. അയ്യോ ബാക്കിലുള്ള വഴി നോക്കിയാ എളുപ്പമല്ലട്ടാ. മറ്റേ ഈ ജീപ്പിൽ വരും, മറ്റേ ജീപ്പ് തന്നെ വേണം. സിറ്റിംഗ് ജീപ്പിലെല്ലാം വരണല്ലോ ഇങ്ങോട്ട്. ഓഫ് റോഡ് മറ്റേ സിറ്റിംഗ് ഉണ്ടല്ലോ. ഓറഞ്ച് ഫ്ലോറും അതേപോലെ തന്നെ സീറ്റിലെല്ലാം വരണം. ഇത് വന്നാൽ ടയർഡായി പോകും. റോഡ് നോക്കി കേറി വന്ന വഴി ഉണ്ടോ? അയ്യോ കറക്റ്റ് കാണല്ലേ, ഞാൻ ഫ്രണ്ടിൽ നിന്ന് ഇപ്പോ. അയ്യോ എന്താ വ്യൂസാന്നറിയോ. ഇതിപ്പോൾ ഈ കൊണ്ടുപോകുന്ന സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ടെൻ്റൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്ന വണ്ടിയാണ്. അതിൽ കയറിയിട്ട് ഞാനപ്പോൾ സ്ഥലമൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച്. കുഴപ്പമില്ലാത്തൊരു ട്രക്കിങ് കിട്ടുമല്ലോ ഓഫ് റോഡ്. ഫ്രണ്ടിലുള്ള ഒരു പാറ കണ്ട അതിൻ്റെ മേലെ കൂടിയാണ് ഇത് കയറാൻ പോണത്. ഇത് അത്ര ക്ലിയർ ആയിട്ട് കാണേണ്ടത് എനിക്കറിയില്ല. ഉയ്യോ ഓ മൈ ഗാഡ് നോ ഗായ്സ്. റോഡ് നോക്കൂ ഗായ്സ്, ഒരു രക്ഷയില്ല. ഇതൊക്കെ ഈ കല്ല് എടുക്കണൊക്കെ വലിയ കല്ല്. എൻ്റെ പൊന്ന് ഇങ്ങോട്ട് നോക്കിയേ കാണുന്നുണ്ട് അത് കറക്റ്റായിട്ട്. ഉയ്യോ ഓ ഫൈനലി നമ്മൾ ഇവിടെ എത്തിയിട്ടാ. ഇതാണ് നമ്മളെ സ്പോട്ട്. നമ്മളെ ചേട്ടനാണ് വണ്ടി ഓടിച്ചത്. ചേട്ടൻ്റെ പേരെന്താ? ഷാഹുൽ. ഇക്കയാണ് ഷാഹുൽക്ക. എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്? 3.5 കിലോമീറ്റർ. മാക്സിമം എത്ര ട്രാവൽ ചെയ്യാൻ എത്ര മിനിറ്റാണ്? 30 ഹാഫ് ആൻ അവർ. ഇതാണ് നമ്മളെ സ്പോട്ട്. ഇതാണ് നമ്മളെ സ്പോട്ട്. ഇതാണ് ടെൻറ്റ് ഇപ്പോൾ വർക്ക്. ഇതൊക്കെ വർക്ക് കഴിഞ്ഞ ടെൻറ്റാണത് ഇതൊക്കെ? ഇതൊന്നും ഫുള്ള് ഫിനിഷ് ആയിട്ടില്ല കേട്ടോ. നോർമൽ ടെൻറ്റും ഉണ്ട് കേട്ടോ അവിടെ. നോർമൽ ടെൻറ്റും ഉണ്ട്. അത് അവർ പറഞ്ഞാൽ സെറ്റ് ചെയ്യും. ഇത് കോട വരുന്നത് നോക്ക് ഗൈസ്. ഇത് നമ്മൾ വന്ന സ്പോട്ടാണ് അത്. ഇവിടെയാണ് ടെൻ്റ് അടിക്കുന്നതൊക്കെ ഈ സൈഡിലാണ്. ഇവിടെ ഫുള്ള് കോട. ഈ ഒരു അന്തരീക്ഷത്തിൽ ടെൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞാൽ മഴ വന്നു കഴിഞ്ഞാലും സീനില്ല. മഴ വന്നാലും സീനില്ല. കാട്ടുപോത്ത് വന്ന അങ്ങനത്തെ ഒരു കാര്യം വന്നാലും ഇതിന് സീനില്ല. ഫാമിലിനൊക്കെ അതാ ഈ സ്പേസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചെറിയൊരു ടെന്റ് തന്നെ 3-4 ആൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ ഇത്രത്തോളം വലിപ്പമുള്ള ടെന്റിൽ എത്ര ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്നത് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ അത്രയും നല്ല സ്പേസ് ആണ്. പിന്നെ ട്രാൻസ്പെറന്റ്. അതിന്റെ മുകളിൽ ഞങ്ങൾ കട്ടൻ വെച്ച് വിരിക്കെങ്കിലും ഇത് അവർക്ക് വേണമെങ്കിൽ ട്രാൻസ്പെറന്റ് ആയി കഴിഞ്ഞാൽ ഇതാ ആ കിട്ടുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ അതാണ്. അത്രയും നല്ലൊരു വ്യൂ കൊടുക്കാൻ പറ്റുക പറഞ്ഞാല് കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്ക് വലുത്. വർക്ക് കഴിഞ്ഞത് വല്ല ഉണ്ട് അതേപോലെ? വർക്ക് കഴിഞ്ഞത് ഇതൊരു ദിവസം ഇന്നത്തെ പണി കൂടി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ലൈവ് ആണ്. ഫുൾ ആയില്ല. ഇത് ബുക്ക് ചെയ്യാൻ ബ്രോക്ക് കോൺടാക്ട് ചെയ്താൽ മതിയില്ലേ? വാട്സ്ആപ്പ് നമ്പർ ഉണ്ടോ? സൺവാലിന്ന് booking.com ഉണ്ട്. പിന്നെ അതല്ല booking.com അല്ല, ഡയറക്റ്റ് വാട്സ്ആപ്പ് ചെയ്താലും മതി. ബ്രോന്റെ നമ്പർ പറഞ്ഞ ജസ്റ്റ് ഇതൊന്ന് പറയോ നമ്പർ? എന്റെ നമ്പർ എന്താ വെച്ചാൽ 9446276139. ഒന്നുകൂടെ 9446276139. ഓക്കെ. ഇതാണ് ഫിക്സ്ഡ് ടെന്റിന്റെ കോലം. ഇതുവരെ നോക്കാൻ നേരത്ത് ഫാമിലീസിന് വേണ്ടി ഇതിന്റെ മുന്നിലൊക്കെ ബാൽക്കണി പോലെ ഇരിക്കാം. ബാൽക്കണി ഒരു ടെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ചട്ടി വെച്ചിട്ട് ഇതിന്റെ മുന്നിൽ വേണ്ടി നമ്മൾ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത് കൊടുക്കും. ചെറിയ ഇരിക്കാനുള്ള സെറ്റപ്പ് ആക്കിയിട്ട്. ഇതാണ് ടെന്റിന്റെ ഉള്ളിലുള്ള ഭാഗം. കഴിഞ്ഞതാ. ഇത് ഇനി ജസ്റ്റ് ഷീറ്റ് ഇട്ട് ബെഡ് ഇട്ട് റെഡി ആക്കാനുള്ളൂ. ബാക്കി എല്ലാം സെറ്റാ. ഈ ടെന്റ് ഞങ്ങൾ പാരലായിട്ട് കൊടുക്കുന്ന ടെന്റാ. സോളോ റൈഡേഴ്സ് ഒക്കെ വരാൻ നേരത്തെ ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു ഇതിനകത്ത് ഇരിക്കാൻ പറ്റൂല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനത്തെ സോളോ 2 പേർക്കുള്ള ടെന്റ്, 4 പേര് 5 പേർക്കുള്ള ടെന്റ് അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ചിലവർക്ക് ഏത് വൈബ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് വരാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇത് ക്യാമ്പ് ഫയറിന്റെ സെറ്റപ്പ്. ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ബ്രോക്ക് കോൺടാക്ട് ചെയ്താൽ മതിയില്ലേ? ഓ മതി. ഞങ്ങൾ ഏറ്റവും നല്ല നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ അത്രയും സാധനങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ വ്യൂസ് ആണ് രക്ഷയില്ല. ക്ലൈമറ്റ് മിനിറ്റ് മാറും, ഇടക്കിടക്ക് മാറും.
പിന്നെ എന്താ ആനിമൽസിനൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റുമോ? ആനിമൽസ് പറഞ്ഞാൽ ആ വരമ്പ് കണ്ടില്ല, ആ നിൽക്കുന്ന വരമ്പ്, അത് കൂടെ പീകോക്സ് ഒക്കെ പീലി ഇവിടെ നടക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാണ്ട്. പിന്നെ രാവിലെ നമ്മൾ ചിലപ്പോൾ കിടന്നുറങ്ങിയിട്ട് നീക്കി ഈ മയില് പറക്കുന്ന സൗണ്ട് കേട്ടിട്ടാ, കാക്കിയും വരുന്ന പോലെ മയില് പറക്കുന്ന സൗണ്ട് കേട്ട് രാവിലെ നീക്കാം. പിന്നെ രണ്ടാമത്തെ വെച്ചാൽ ഇപ്പോൾ ഈ കാട്ടുപോത്തിന് സ്പോട്ട് ചെയ്യാൻ പറ്റുമോ ഇവിടെ? കാട്ടുപോത്ത് രാവിലെ രാത്രിയൊക്കെ ആവാൻ നേരത്തെ ഇവിടെ ലൈറ്റ് നമ്മൾ ഇട്ട് വെക്കും. അപ്പോൾ ഈ ബൗണ്ടറി ചിലപ്പോൾ അതിൽ നടന്നു പോയി തരും. ഒരിക്കലും ഇങ്ങോട്ട് കയറില്ല ലൈറ്റ്. നമ്മൾ കളർഫുൾ ലൈറ്റാ ഇവിടെ മുതൽ അവിടെ വരെ ഫുൾ LED, മരത്തിൽ ഫുൾ LED രാത്രി. ഓക്കെ, പറയാൻ വിട്ടുപോയി. നമ്മൾ ട്രക്കിങ് പോകില്ല ഇവിടെ നിന്ന്? ട്രക്കിംഗ് പോകും. അത് മോർണിംഗ് വാക്ക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിലേക്കുള്ള ആ ടോപ്പ് വ്യൂ ഉണ്ടല്ലേ, അവിടേക്കുള്ള ട്രക്കിംഗ് ആണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ദൂരെയുള്ള വാട്ടർഫോൾസ് കാണും. ആ വാട്ടർഫോൾസിലേക്ക് ഞങ്ങൾ ഈ ലഞ്ചിന്റെ പാക്കേജും കൂടി കഴിഞ്ഞാൽ ഉച്ചത്തെ പാക്കേജിൽ ഞങ്ങൾ ഓരോ വാട്ടർഫോൾസ് കൊണ്ടുപോയി കുളിപ്പിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ഓരോ വീട്ടിലേക്ക് ആയിക്കോളൂ. ഫ്രഷ് ആവും. കിച്ചണ്, ബാർബിക്യൂ എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട്. ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കൺഫേം ആയിട്ട് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റുള്ളൂ. സാധിക്കും. ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റിൽ ഒക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സൂപ്പർ വൈബാണ്. വന്നൊരു ദിവസം ടെൻ്റ് അടിച്ച് നോക്കിയാൽ അറിയാം. ഒരു രക്ഷയില്ലട്ടാ. അത് നോക്കിയാൽ ക്ലൈമറ്റ് നോക്കിയാൽ ഈ വഴിയാണ് ഇവിടെ ഞങ്ങൾ ജീപ്പിൽ വന്നത്. ഞാൻ തിരിച്ച് റൂമിലോട്ട് പോയിട്ട് ഞാൻ അവിടെ നേരെ സേലത്തേക്ക് പോകാനാണ് പ്ലാന്. എന്നാ ഈ റോഡിൽ കൂടെയാണ് വന്നത് നേരത്തെ. അടാറ് വൈബ്. നോക്കി കാണുന്നത് ക്യാരക്ടറാണ് വണ്ടിയിൽ തിരിച്ചടിച്ചത്. എല്ലാ ഡീറ്റെയിലും ഞാൻ കറക്റ്റായി പറഞ്ഞിരുന്നു വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബ്രോക്ക് മെസ്സേജ് അയച്ചാൽ മതി. എൻ്റെ ഫോണും മെമ്മറി ഒക്കെ ഫുള്ളായി. ഇനി ബാക്കിയുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്താലേ ഇനി വേറെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്താണ്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.